ഇത്ര സാധനങ്ങളാണ് ഇതിന്റെ കൂടെ കിട്ടുന്നത് കേട്ടോ. യൂസർ മാനുവൽ ഉണ്ട്. യൂസർ മാനുവൽ ഞാൻ എടുത്തു മാറ്റിയത്, അതിന്റെ ആവശ്യമില്ല നമുക്ക്. ഇത് നമ്മുടെ സി ടൈപ്പ് ചാർജിങ് USB കേബിള്, അതിൻ്റെ കൂടെ ഒരു മൈക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഈ സ്പീക്കറിന്റെ മോഡൽ എന്ന് പറഞ്ഞാൽ K12 എന്നാണ്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഹെഡ്സെറ്റ് വെച്ച് നമുക്ക് കേൾക്കാൻ സാധിക്കും. അതുകൂടാതെ വേറൊരു സ്പീക്കറിലേക്ക് നമുക്ക് ഈ ഓക്സ് കേബിൾ ഉപയോഗിച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ, ആംപ്ലിഫയറിലേക്കൊക്കെ. പിന്നെന്ന് പറഞ്ഞാൽ ഇതിൽ മെമ്മറി കാർഡ് ഇടാം. USB കേബിള്, USB വഴി നമുക്ക് ചാർജ് ചെയ്യാം ഫോൺ വേണമെങ്കിൽ. പിന്നെ നമുക്ക് ചാർജ് ചെയ്യുന്നത് എന്തായാലും ശരിയാവില്ല, കാരണം ഫോണിന്റെ ബാറ്ററി കംപ്ലൈന്റ് വരും, അത് ചെയ്യാൻ പാടില്ല. പിന്നെ നമുക്ക് പെൻ ഡ്രൈവർ കുത്താം. പിന്നെ മൈക്കിന്റെ ഒരു മോഡ് ഉണ്ട്. പിന്നെ ഓണ്, സ്വിച്ച് ഓഫ് ആക്കുന്ന, പിന്നെ ലൈറ്റിന്റെ സ്വിച്ച്. ഇത് വോളിയം കൂട്ടാനും ഇത് വോളിയം കുറയ്ക്കാനും. ഇത് മോഡാട്ടോ, ഇത് മാറ്റാൻ വേണ്ടി FM മോഡ്, അതുവഴി ഓക്സ് മോഡ്, ബ്ലൂടൂത്ത് മോഡ്, USB മോഡ്, TF മോഡ്. പക്ഷെ ഇത് കണക്ട് ആകുമ്പോൾ ഓട്ടോമാറ്റിക് ആദ്യം തന്നെ ബ്ലൂടൂത്ത് തന്നെ വരുള്ളൂ കേട്ടോ. നമുക്കിത് നോക്കി നോക്കാം. ഓണായി. ഇനി നമുക്ക് ലൈറ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്വിച്ച് പിടിച്ച് ഇങ്ങനെ ഞെക്കിയാൽ മതി കേട്ടോ. ടാപ്പ് ചെയ്യുമ്പോൾ ഓഫ് ആവും, ഒന്നും കൂടി ടാപ്പ് ചെയ്യുമ്പോൾ അത് ഓൺ ആവും. പിന്നെ നമുക്ക് ലൈറ്റ് മാറ്റാൻ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് വിട്ടാൽ മതി. ജസ്റ്റ് ഞാൻ ഓടിച്ചു വിട്ടുവാണ്. പിന്നെ നമ്മളിതിൽ ബ്ലൂടൂത്ത് കണക്ട് ആകുമ്പോൾ ഈ ലൈറ്റ് ഓട്ടോമാറ്റിക്കലി മാറും കേട്ടോ, പാട്ടിന് അനുസരിച്ച്. തൽക്കാലം ഇത് കിടക്കട്ടെ. പിന്നെ നമുക്കുള്ള മൈക്കാട്ടോ, മൈക്ക്. ഇതിലിവിടെ കാണാം 4 സ്വിച്ച് ഉണ്ടാവും. ഇത് ഓൺ ആക്കാനുള്ളത്, ഇത് മൈക്കിന്റെ വോളിയം കൂട്ടാനും ഇത് കുറയ്ക്കാനും. ഇതിന് പ്രത്യേകത പറഞ്ഞാൽ നമുക്ക് വോയിസ് ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം ഈ ബട്ടൺ പിടിച്ചൊന്ന് പ്രസ് ചെയ്താൽ മതി. ഇപ്പൊ ഓട്ടോമാറ്റിക് ഓൺ ആയിട്ടുണ്ട്. മോഡ് മാറ്റാം, സ്പീക്കറിൽ മാറുന്നതാണ്. ഹലോ 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 സാധനം അടിപൊളിയാണ് കേട്ടോ, കുഴപ്പമില്ല. അത്യാവശ്യം നല്ല സ്പീക്കർ തന്നെയാണ്. പിന്നെ നമ്മൾ ഒന്നും കൂടെ ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഓഫ് ആവും ഓട്ടോമാറ്റിക്കലി. അതുവഴി നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ആക്കി കഴിയുമ്പോൾ ഇതില് ഈ മൈക്കിൽ സ്വിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പാട്ട് അവിടെ സ്റ്റോപ്പ് ആകുമ്പോൾ നമുക്ക് മ്യൂസിക് മാത്രമായിട്ട് അവിടെ കിട്ടും കേട്ടോ. പാട്ട് പാടുന്നവർക്കാണ് ഉപകാരപ്പെടും. യൂട്യൂബിൽ നിന്നാണെങ്കിൽ ഏതെങ്കിലും പാട്ട് എടുത്തു കഴിഞ്ഞാൽ ആ പാട്ട് അവിടെ കേൾക്കൂല, മറിച്ച് ആ മ്യൂസിക് മാത്രമേ ഇവിടെ കേൾക്കുന്നുണ്ടാവുള്ളൂ. സാധനം എന്തായാലും അടിപൊളി സ്പീക്കറാ. ചെറിയ വിലയാണെങ്കിലും സാധനം സെറ്റാ. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച 300 രൂപേൻ്റെ അടുത്തായിട്ടുള്ളൂ. ഇത് നല്ല പ്രോഡക്റ്റാ, അത്യാവശ്യം നല്ല വോളിയം ഉണ്ട്. ഇപ്പൊ ഏകദേശം 2 മാസത്തോളം ആയി. ഇത് ഒരു കുഴപ്പമില്ല കേട്ടോ, നല്ല ചാർജ് നിൽക്കുന്നുണ്ട്.